സംഘപരിവാറിന്റെ ആത്മീയ ഗുരുവായ വി.ഡി. സവർക്കറെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് അന്നും ഇന്നും ഒരു മനസ്സോടെ പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലെ ശിവസേന സഖ്യം അവസാനിക്കുമെന്ന് ഭീഷണി മുഴക്കിയപ്പോഴും രാഹുൽ ഗാന്ധി പിന്മാറിയില്ല. ഇതിന് നൽകേണ്ടി വന്ന വില പക്ഷേ വലുതായിരുന്നു. നിയമപരമായി നിരവധി കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ സംഘപരിവാരം ചുമത്തിയിട്ടും രാഹുൽ ഗാന്ധി പിന്മാറിയില്ല. ഇപ്പോൾ സുപ്രീം കോടതി കേസുകളെടുത്ത് ചവിറ്റുകുട്ടയിലിട്ടതോടെ രാഹുൽ ഗാന്ധി സ്വതന്ത്രനായിരിക്കുകയാണ്. വി.ഡി. സവർക്കറെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് റദ്ദാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വകാര്യ ക്രിമിനൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിൽ നിലനിന്നിരുന്ന കേസാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടില്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് കേസും അതിന്റെ അടിസ്ഥാനത്തിൽ ലക്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസും സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽ നാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് നൽകിയ കേസ് റദ്ദാക്കിയിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A, 505 വകുപ്പുകൾ പ്രകാരം വിചാരണ നേരിടാൻ ലക്നൌവിലെ വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്താണ് രാഹുൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ വിഷയത്തിൽ ഇടപെടാൻ അലഹാബാദ് ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. കേസ് വാദത്തിനെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിച്ചു. സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജ് അനുമതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A പ്രകാരമുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി നിർബന്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ 2022 നവംബർ 17 നടത്തിയ പ്രസംഗത്തിലാണ് സവർക്കറെ ബ്രിട്ടീഷുകാരുടെ സഹായി എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. സവർക്കർ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് പെൻഷൻ വാങ്ങിയിരുന്നുവെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. ഇതിനെതിരെ അഭിഭാഷകൻ നൃപേന്ദ്ര പാണ്ഡെയാണ് ലക്നൌവിലെ വിചാരണ കോടതിയിൽ ക്രിമിനൽ പരാതി നൽകിയത്. പരാമർശം സമൂഹത്തിൽ വിദ്വേഷവും അസ്വാരസ്യവും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. ആദ്യം പരാതി തള്ളിയെങ്കിലും പിന്നീട് സെഷൻസ് കോടതി ഇടപെട്ടതിനെ തുടർന്ന് വിഷയം വീണ്ടും പരിഗണിക്കുകയായിരുന്നു. തുടർന്ന് ലക്നൌ മജിസ്ട്രേറ്റ് രാഹുൽ ഗാന്ധിക്കെതിരെ സമൻസ് പുറപ്പെടുവിച്ചു. 2025 ഏപ്രിലിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് സമൻസ് നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ സവർക്കറെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചാൽ സ്വമേധയാ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാഹുലിന്റെ മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രശംസിച്ച് കത്തെഴുതിയിരുന്ന കാര്യവും അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസ് പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിലെത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ തന്നെ വധിക്കാൻ പോലും മടിക്കില്ലെന്ന് ഒരു വേള രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഘപരിവാറും BJPയും അതിനുള്ള ശ്രമം തുടങ്ങിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമടക്കം സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പേരിൽ നാഥുറാം ഗോഡ്സെയുടെ പിൻഗാമികളിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിലുള്ള മാനനഷ്ട കേസിൽ പൂനെ കോടതിയിലാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത്. സുരക്ഷയെയും കേസിലെ നടപടികളുടെ നിഷ്പക്ഷതയെയും സംബന്ധിച്ച് തനിക്കുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ രാഹുൽ അപേക്ഷ നൽകുകയും ചെയ്തു. തനിക്കെതിരായ പരാതിക്കാരൻ സത്യകി സവർക്കർ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് രാഹുൽ ഗാന്ധി അപേക്ഷയിൽ പറയുന്നുണ്ട്. പരാതിക്കാരന്റെ കുടുംബ പരമ്പരയ്ക്ക് അക്രമത്തിന്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതകളുടെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ടെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഒരു പ്രേരണയുടെ ഫലമായിരുന്നില്ല, മറിച്ച് ഒരു പ്രത്യയശാസ്ത്രത്തിൽ വേരൂന്നിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. നിരായുധനായ ഒരു വ്യക്തിക്കെതിരെ ബോധപൂർവമായ ആക്രമണമാണ് നടന്നതെന്നും രാഹുൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകം ഇനിയും ആവർത്തിക്കാനിടയുണ്ടെന്നും ജീവന് ഭീഷണിയാണെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുലിന്റെ പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി സർക്കാരിനോട് അന്ന് വിശദീകരണം തേടിയത് വലിയ വാർത്തയായതുമാണ്. നിലവിൽ രാഹുൽ ഗാന്ധി പ്രത്യേക സുരക്ഷാ സംവിധാനത്തിന്റെ കീഴിലാണ് കഴിയുന്നത്. ഇതിനു പുറമെ പ്രതിപക്ഷ നേതാവിന് അനുവദിച്ച അംഗരക്ഷകരും രാഹുലിന് ചുറ്റുമുണ്ട്. ഇതിനുമപ്പുറം രാഹുലിന്റെ സുരക്ഷ ഉയർത്തണമെന്ന ആവശ്യം അന്ന് ശക്തമായതും നമ്മൾ കണ്ടു. ആ കേസുകൾക്ക് കൂടിയാണ് ഇതോടെ തിരശ്ശീല വീണിരിക്കുന്നത്.